ആടുജീവിതത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നു. ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസ്സി പരാതി നൽകി. എറണാകുളം സൈബർ സെല്ലിലാണ് പരാതി നൽകിയത്. സമൂഹ മാധ്യമങ്ങൾ വഴി സിനിമ പ്രചരിപ്പിച്ചവരുടെ സ്ക്രീൻഷോട്ടുകളും കൈമാറി. കാനഡയിൽ നിന്നാണ് വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നവമി, സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമയുടെ പിന്നിലെ അധ്വാനം അറിയുന്ന എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് എന്ന് പറയാൻ കഴിയാതെ വയ്യ. 16 വർഷത്തെ ഒരു കൂട്ടം ആളുകളുടെ അധ്വാനമാണ് ഇത്തരത്തിൽ ഈ വ്യാജന്മാർ പതിപ്പിലൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിപ്പോൾ കാനഡയിൽ നിന്ന് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതു വിധത്തിൽ നടപടിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആര്യ, ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വൻ വിജയത്തോടെ മുന്നേറുകയാണ് ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ആടുജീവിതം. എന്നാൽ എല്ലാവരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് ഇപ്പോൾ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നത്. കാനഡയിലാണ് ആടുജീവിതത്തിന്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. IPTV എന്ന പേരിൽ കിട്ടുന്ന ചാനലിലൂടെയാണ് ഇപ്പോൾ ഈ സിനിമ പ്രചരിക്കുന്നത്. പാരി മാച്ച് എന്ന ലോഗോയും ഈ പതിപ്പിൽ കാണുന്നുണ്ട്. ഇവർ കായിക മത്സരങ്ങളിൽ വാതുവെപ്പ് നടത്തുന്ന ഒരു കമ്പനി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. എന്തായാലും സംവിധായകൻ ബ്ലസ്സി സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലടക്കം ചിത്രത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം നൽകിക്കൊണ്ട് പോലീസിന് സൈബർ സെല്ലിന് പരാതി നൽകിയിരിക്കുന്നത്. എറണാകുളം സൈബർ സെല്ലിനെയാണ് ബ്ലസ്സി സമീപിച്ചിരിക്കുന്നത്. എന്നാലും മലയാള സിനിമയിൽ ഒരു ഒട്ടുമിക്ക ഈ അടുത്തിറങ്ങിയ സിനിമകളെല്ലാം മികച്ച നിലവാരം പുലർത്തുമ്പോൾ ലോകം മുഴുവനും അത് ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഈ ഇത്രയും ആകാംക്ഷയോടെ 16 വർഷത്തിന് ശേഷം 16 വർഷത്തെ ഒരു സംവിധായകന്റെ കാത്തിരിപ്പാണ് ഈ ഒരു വ്യാജ പതിപ്പിലൂടെ ഇത് നശിപ്പിക്കുന്നത്. എന്തായാലും സൈബർ സെല്ല ഇതാരാണ് ഇത് പുറത്തിറക്കിയെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. സംവിധായകന്റെ പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു നടപടിയും. തീർച്ചയായും ആടുജീവിതത്തിന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നു. ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസ്സി എന്തായാലും എറണാകുളം സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. കാനഡയിൽ നിന്നാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഒരു വ്യാജ പ്രചാരണം നടന്നത്. ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. നവമി ദിനേശാണ് വിശദാംശങ്ങൾ നൽകിയത്.